ഇപ്പോൾ നമ്മൾ ലോക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ്. നമുക്കിതിൻ്റെ ലോക്ക് വെച്ച് കൊടുക്കണം. അതായത് നമ്മുടെ ഇതിൻ്റെ ലോക്കായി നിൽക്കാനുള്ള TPIൻ്റെ ലോക്ക് വെച്ച് കൊടുക്കണം. അതിന് നമ്മൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മളൊരു 1/2 ഇഞ്ചിലാണ് ഈ ലോക്കിൻ്റെ ഇത് മാർക്ക് ചെയ്യേണ്ടത്. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ആക്കിയതിന് ശേഷം നമ്മളൊരു വുഡിൻ്റെ പീസിൽ അതിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് എളുപ്പത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വുഡിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ വുഡിൻ്റെ പീസിനനുസരിച്ചിട്ടാണ് നമ്മളിൽ സാൻഡ്രോ മെഷീൻ വെച്ചിട്ടാണ് ഹാൻഡ് കട്ടർ വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ TPIൻ്റെ ലോക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 2 സൈഡും കറക്റ്റായിട്ട് ഹൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം 1/8ൻ്റെ ബിറ്റ് ഇട്ടിട്ടതിന് ശേഷം 1/8ൻ്റെ ബിറ്റിലാണ് ഇത് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് മൊത്തമായിട്ടൊന്ന് ഫയൽ ചെയ്തെടുക്കണം. ഫയലിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ലോക്ക് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ലോക്ക് നമ്മുടെ കറക്റ്റ് പ്രസ്സിങ് ലോക്കാണ് വരുന്നത്. കറക്റ്റായിട്ട് തന്നെ പ്രസ്സിങ് ചെയ്താൽ ഇത് കറക്റ്റ് ടൈറ്റായി ലോക്കായി നിന്നോളും. നമുക്ക് ഊരണം പറഞ്ഞാൽ അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തുനിന്ന് ഈ ലോക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കൈ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ടൊന്ന് ചെറുതായി താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് ഊരിയെടുക്കാനും പറ്റും. ഇത് ഈ ലോക്കാകുന്ന ഒരു നാക്ക് വരുന്നുണ്ട്. അത് നമ്മൾ എല്ലാം ഇട്ടിട്ട് ലൂസാക്കിയതിന് ശേഷം ഫുള്ള് ഉള്ളിലേക്ക് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം.